ഇരമ്യാവ് 29:11. നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവയെന്ന് ഞാൻ അറിയുന്നു. അവ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രയുള്ള നിരൂപണങ്ങൾ എന്ന് യഹോവയുടെ അരുളപ്പാട്. ബാബിലോൺ പ്രവാസകാലത്ത് ബാബിലോണിലായിരുന്ന തൻ്റെ ജനത്തിന് ദൈവം നൽകിയ പ്രത്യാശയുടെ സന്ദേശമാണിത്. ഇത് പെട്ടെന്നുള്ള മോചനമായിരുന്നില്ല, 70 വർഷത്തിന് ശേഷമുള്ള വിടുതലിനെക്കുറിച്ചാണ് പറയുന്നത്. എന്നാൽ പ്രവാസത്തിൽ ആയിരിക്കുമ്പോഴും കഷ്ടതയുടെ നടുവിൽ ആണെങ്കിലും വിശ്വസ്തയോടെ, പ്രാർത്ഥനയോടെ, പ്രത്യാശയോടെ തുടരുവാൻ ദൈവം അവരോട് ആവശ്യപ്പെടുകയാണ്. ദൈവത്തിന് നമ്മുടെ ജീവിതത്തെക്കുറിച്ച് വ്യക്തമായ ലക്ഷ്യമുണ്ട്. പെട്ടെന്നൊരു തീരുമാനമെടുത്ത് എന്നാൽ അങ്ങനെയാകട്ടെ എന്ന് ചിന്തിക്കുന്ന ദൈവമല്ല സർവശക്തനായ ദൈവം. നമ്മെക്കുറിച്ച് ദൈവത്തിന് അനുഗ്രഹത്തിൻ്റേതായ, സന്തോഷത്തിൻ്റേതായ, സമാധാനത്തിൻ്റേതായ, സമൃദ്ധിയുടേതായ, വർധനവിൻ്റേതായ നിരൂപണങ്ങളാണുള്ളത്. കഷ്ടപ്പാടുകളിൽ കൂടി കടന്നു പോകുമ്പോഴും കടത്തിവിടുമ്പോഴും മുൻപിൽ നമുക്കുള്ളത് നമ്മുടെ പ്രത്യാശ ഒരു ശുഭഭാവിയാണ്. അതുതന്നെയാണ് ദൈവം നമുക്കായി ആഗ്രഹിക്കുന്നതും കരുതിയിരിക്കുന്നതും. ബാബിലോൺ പ്രവാസത്തിലിരിക്കുന്ന ജനത്തോട് പ്രത്യാശയോടെ ആയിരിക്കുവാൻ ദൈവം പറയുകയാണ്. കാരണം ശുഭഭാവി അവർക്കായി ദൈവം കരുതിയിരുന്നു. പുതിയ നിയമവിശ്വാസികളായ നമുക്ക് ക്രിസ്തുവിൽ കൂടി ഈ നന്മ എത്രയധികമായി ലഭിക്കും. എന്നാൽ കഷ്ടതയുടെ നടുവിൽ വിശ്വാസത്തിൻ്റെ ഉറപ്പും പ്രത്യാശയുടെ നിറവും നമുക്ക് അത്യാവശ്യമാണ്. അല്ലെങ്കിൽ നമ്മൾ തകർന്നു പോകുവാൻ സാധ്യതയുണ്ട്. യെശയ്യാവ് 55:8-9 വാക്യങ്ങളിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല, നിങ്ങളുടെ വഴികൾ എൻ്റെ വഴികളുമല്ല എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നു. ദൈവത്തിൻ്റെ നമ്മെക്കുറിച്ചുള്ള ചിന്തകൾ, പദ്ധതികൾ എത്ര ശ്രേഷ്ഠമാണ്. സങ്കീർത്തനം 33:11 യഹോവയുടെ ആലോചന ശാശ്വതമായും അവൻ്റെ ഹൃദയവിചാരങ്ങൾ തലമുറ തലമുറയായും നിൽക്കുന്നുവെന്ന് നാം വായിക്കുന്നു. ഒരു തലമുറ കൊണ്ട് തീരുന്നതല്ല ദൈവിക പദ്ധതികൾ, അത് തലമുറ തലമുറയായി നിലനിൽക്കുന്നതാണ്. വിലാപങ്ങൾ 3:26 യഹോവയുടെ രക്ഷയ്ക്കായി പ്രത്യാശയോടെ കാത്തിരിക്കുന്നത് നല്ലത് എന്ന് പറഞ്ഞിരിക്കുന്നു. ദൈവിക പദ്ധതികളുടെ പൂർത്തീകരണത്തിനായി നമുക്ക് പ്രത്യാശയോടെ കാത്തിരിക്കാം. കഷ്ടതകളുടെ, നിരാശകളുടെ നടുവിൽ ദൈവം എനിക്കായി നന്മ കരുതിയിരിക്കുന്നു എന്ന ഉറപ്പ് നമ്മെ ശക്തരാക്കും. അപ്രകാരം ദൈവം നമ്മെ ആക്കി തീർക്കട്ടെ. പ്രാർത്ഥിക്കാം. പ്രിയപിതാവേ, ഞങ്ങളെക്കുറിച്ചുള്ള അങ്ങയുടെ നിരൂപണങ്ങൾക്കായി നന്ദി. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. God bless us all.